ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതേപോലെ നല്ല ചുവന്ന തൊടുത്ത അടിപൊളി ഒരു ചിക്കൻ കറി അങ്ങ് തയ്യാറാക്കിയാലോ ഇന്ന്. അതിന് നമ്മൾ ആവശ്യത്തിന് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഉപ്പും പിന്നീട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇനി ചിക്കനിലേക്ക് ഈ മസാല നല്ല പോലെ ഇതേപോലെ പുരട്ടി കൊടുക്കാം. ആ മസാലക്കൂട്ടെല്ലാം നല്ല ചിക്കനിൽ ഇതുപോലെ പിടിച്ച് സെറ്റായി ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുള്ളിക്കാരനെ കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെക്കാം. അതവിടെ ഇരിക്കുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയാലോ. ഇന്ന് നമ്മൾ അടുപ്പിലാണേ നമ്മുടെ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെ തുടങ്ങാല്ലേ? ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് പിന്നീട് പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടി ഇട്ട് ഇതുപോലൊന്ന് ഇളക്കി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. നമുക്കിവിടെ സവാള ചിക്കൻ അനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതൊരു 10-11 സവാളയുണ്ടേ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സവാള എടുക്കാം ഇവിടെ. അതിലേക്ക് കുഞ്ഞുള്ളിയും പിന്നീട് ഒരു പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു ഒന്നും കൂടെ ഒന്ന് ഇളക്കി. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണേ. തക്കാളിയും കൂടെ ആഡ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. ഇതുപോലെ ഈ ഉള്ളിയുടെ കളറ് മാറി ഇതുപോലെ വരുമ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നീട് കുറച്ച് മുളക് പൊടിയും ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറി മസാലപ്പൊടിയാണേ. കറി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ആ ഉള്ളിയിലേക്ക് ഈ മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ ഇളക്കി ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതുപോലെ ഇളക്കി സെറ്റാക്കി കൊടുക്കാം. നമ്മൾ ആദ്യം അരപ്പൊക്കെ പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കക്കുട്ടനെ എടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആ അരപ്പും ഈ ചിക്കനും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അങ്ങോട്ട് ഇളക്കി എല്ലാ സൈഡിൽ നിന്നും ആ ഉള്ളിയെല്ലാം ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടേ. ഇപ്പം നമ്മുടെ ചിക്കനും നമ്മുടെ ഉള്ളിയും കൂടെ അടിപൊളിയായി സെറ്റായി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് അടച്ചങ്ങോട്ട് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. നമ്മുടെ ചിക്കക്കുട്ടനെ അങ്ങോട്ട് അടുപ്പിലോട്ട് അടച്ചങ്ങോട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തുറന്നിട്ട് ഇതേപോലെ 4 സൈഡ് ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം തുറക്കാം. നമ്മുടെ ചിക്കൻ്റെ വെള്ളം തന്നെ ഇതിലേക്ക് വരും കേട്ടോ. ഇടയ്ക്ക് തുറക്കുന്ന സമയത്ത് അല്പം കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇറങ്ങുന്നതെല്ലാം ചിക്കൻ്റെ വെള്ളമാണേ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവിക്കൊടുക്കാം. ഇപ്പം നമ്മൾ ഇടുന്നത് എണ്ണയിൽ വറുത്ത വെളുത്തുള്ളിയാണേ. ഒരു 3-4-5 വെളുത്തുള്ളി. ഇനി പുള്ളിക്കാരെ തുറന്നിരുന്ന് നന്നായിട്ട് അങ്ങോട്ട് തിളക്കട്ടെ. ആ ഒരു 3-4 തിളപ്പും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കറി മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അടച്ചങ്ങോട്ട് വെക്കുക. 5 മിനിറ്റ് ശേഷം ഇതുപോലെ തുറക്കുമ്പം അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ചുവന്ന ചിക്കൻ കറി റെഡി. ഇനി നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെയും നല്ല ചൂട് കപ്പയുടെ കൂടെയും അടിപൊളിയായിട്ട് കോമ്പിനേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ കറി റെഡിയായി കേട്ടോ. ഇന്നത്തെ നമ്മുടെ അടിപൊളി ചുവന്ന ചിക്കൻ കറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ അടിപൊളി ഒരു പുതുപുത്തൻ വീഡിയോയുമായി നാളെ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.